ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൃഷിയിലോട്ടുള്ള വളരെ പെട്ടെന്നുള്ള എൻ്റെ ഒരു യാത്ര, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ, എനിക്കൊരു തരി മുറ്റം പോലുമില്ല, എന്നെക്കൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഈ പൂക്കളും പഴങ്ങളും പച്ചക്കറികളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ മുറ്റമില്ലാത്തതുകൊണ്ട് ഞാനത് വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 വർഷം മുമ്പ് ഞാനും ഇക്കയും എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നതിൻ്റെ അവസാന ദിവസമായിരുന്നു. അവിടെ ചെടികളൊക്കെ വളരെ വിലക്കുറവിൽ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനും ഇക്കയും അവിടെ കയറി കുറച്ച് പൂച്ചെടികൾ മേടിച്ചു. ആ ചെടികൾ എല്ലാം തന്നെ എൻ്റെ ബാൽക്കണിയിൽ വെച്ച് ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വളർത്തിയെടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറി ചെടികൾ കൂടി നടാമെന്ന്. അങ്ങനെ ഞാൻ ഒരു 10 ചട്ടി മേടിച്ച് അതിലോട്ടുള്ള തൈകളും മേടിച്ചു. മണ്ണ് പോലും കാശ് കൊടുത്ത് മേടിച്ചു. ഞാൻ നട്ടു. ആ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വളർന്ന് ഇതുപോലെ എനിക്ക് കായ്കളൊക്കെ തന്നു തുടങ്ങി. നമ്മൾ നട്ട് വളർത്തിയതിൽ ഇതുപോലെ കായ്കൾ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഷമാമ വളർത്തിയിരുന്നു. ഷമാമിൻ്റെ കുരുവിട്ട് അത് വളർന്ന് അത് ഇതുപോലെ കായ്കൾ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് മേടിച്ച് വെക്കാമെന്ന്. ബഡ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയ ചെടികൾ മേടിച്ച് വെച്ചാൽ ഒരുപാടൊന്നും വലുതാവില്ല. അങ്ങനെ ഞാൻ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഫ്രൂട്ട്സിൻ്റെ ചെടികളും വാങ്ങി തുടങ്ങി. ആദ്യം ഞാൻ മേടിച്ചത് പേരയായിരുന്നു. ഇത് തായ്പിങ്ക് ഗുവയാണ്. ഇത് ഞാൻ വെച്ച് 3 മാസം തുടങ്ങി. ഇതിൽ നിറയെ കായ്കൾ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ചായിട്ട് ഇതുപോലെ ഒരുപാട് വളർന്ന് മരമാകാത്ത ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകൾ മേടിച്ചു തുടങ്ങി. ഓരോ ചെടിയും കായ്ച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും പിന്നെയും മേടിച്ചു വെക്കണം എന്നുള്ള ഒരു ആവേശവും കൂടിക്കൂടി വന്നു. കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. വീണ്ടും കൃഷി കൂടുതൽ ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിയിൽ വിജയിക്കാം. കാരണം നമ്മൾ കാണുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല കൃഷി. കൃഷിക്ക് കുറച്ച് ക്ഷമ അത്യാവശ്യമാണ്. ഞാൻ തുടക്കം തന്നെ ഒരു കൃഷി ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന അറിവുകളും വിവരങ്ങളും ഞാൻ എൻ്റെ ചാനലിലും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. അങ്ങനെ 10 രൂപയ്ക്ക് മേടിച്ച പൂച്ചെടികളിൽ തുടങ്ങിയ എൻ്റെ യാത്ര പച്ചക്കറികളിലോട്ടും അത് കഴിഞ്ഞ് പഴച്ചെടികളിലോട്ടും തുടർന്നു. ഇപ്പോൾ എൻ്റെ ഈ ചെറിയ ടെറസ് നിറയെ പച്ചക്കറികളും പഴച്ചെടികളും നിറഞ്ഞതാണ്. കണ്ടില്ലേ? എൻ്റെ പഴച്ചെടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഗാർഡൻ ടൂറൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വിഷമുള്ള പച്ചക്കറികളൊക്കെ വാങ്ങി കഴിക്കാതെ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഈ കുഞ്ഞു ടെറസിൽ മുന്തിരിച്ചെടി വരെ വളരുന്നുണ്ട്. അപ്പോൾ സ്ഥലമില്ലെങ്കിലും കൃഷി ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയ എൻ്റെ ഈ ചാനലും 5 മാസം കൊണ്ട് മോണിറ്റൈസായി. അപ്പോൾ എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങുക. ഓക്കേ, താങ്ക് യു.